നമുക്കൊരു ഫിൽട്ടർ കോഫി ഉണ്ടാക്കാം. അപ്പം ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല. അപ്പോൾ ഞാൻ കാറിൽ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിൽട്ടർ കോഫി ഈസി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പം പല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന തമിഴ്നാട് സ്റ്റൈൽ ഫിൽട്ടർ കോഫി അങ്ങനെ ഉണ്ടാക്കാൻ. അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. മെഷീനൊന്നും പറയാനില്ല, ജസ്റ്റ് ചെറിയൊരു പാത്രം. എങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൽ ഇത്രയും പാർട്സാണുള്ളത്. ഇതിൻ്റെ അകത്താണ് കോഫിയുടെ ആ ഒരു സിറപ്പ് ജനറേറ്റ് ആവുക. ഇതൊരു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു കുറച്ച് ഹോൾസാണ്, ഇതിലൂടെയാണ് കോഫി വരിക. ഇതിൽ കോഫി പൗഡർ ഇതിലിട്ട് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇത് ആമസോണിലൊക്കെ കിട്ടും, പിന്നെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും. കേരളത്തിലുണ്ടോയെന്നറിയില്ല, ചാൻസ് ഉണ്ട്. എല്ലാ ഷോപ്പിലും ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഫിൽട്ടർ കോഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല. ഫിൽട്ടർ കോഫിക്ക് തന്നെ വരുന്ന സെപ്പറേറ്റഡ് ഒരു കോഫി പൊടിയുണ്ട്. അത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. കുറച്ച് തരി കൂടിയ സൈസ്, അത്ര നൈസ് ആയിരിക്കില്ല. നമുക്ക് എല്ലാ ബ്രാൻഡഡും, എനിക്ക് തോന്നുന്നു ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൂവിൻ്റെതാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ ബ്രാൻഡും നമുക്ക് ഇത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പാക്കറ്റിൻ്റെ മേലെ തന്നെ ഫിൽട്ടർ കോഫിയുടെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കോഫിപ്പൊടി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 സ്പൂണ് എടുക്കുന്നുണ്ട്. നമുക്കിപ്പം ഒരു 4 കപ്പിലേക്കുള്ളത്, 4 ചെറിയ കപ്പിലേക്ക് വേണ്ട പൊടി അതിൽ കിട്ടും. എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇത്ര പ്രസ്സായാൽ മതി, ഒരുപാട് അമർത്തരുത്. ഇത്ര പ്രസ്സായി കഴിഞ്ഞാൽ എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ ചൂടുവെള്ളത്തിന് അതിനും ചെറിയൊരു സെറ്റപ്പ് നമ്മളിലുണ്ട്. ഒരു പോർട്ടബിൾ സ്റ്റൗ ആണ് ഇത്. 300 രൂപ മുതൽ ഓൺലൈൻ അവൈലബിൾ ആണ്. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം, ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ട് ഇത് നന്നായിട്ട് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഇത് താങ്ങുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 1/2 കിലോ അരി വെച്ചിട്ട് നെയ്ച്ചോറ് വരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, വലിയ പാത്രം വെച്ചിട്ട്. അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പാനൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്. അതുപോലെ ഇതിൻ്റെ ലെഗ് വരുന്നുണ്ട്, 4 ലെഗ്. എന്നിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ബ്യൂട്ടൈൻ ഗ്യാസ് ആണ്. അപ്പോൾ അതിൻ്റെ സിലിണ്ടറും ഉണ്ട്. ഈ സിലിണ്ടറും ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിന്, ഇതിൽ കുറച്ചുകൂടെ ഉണ്ട്, 2 മണിക്കൂറിന് മേലെ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനും കൂടെ എടുക്കാം. വേറെ സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ സിലിണ്ടർ ഇതിൽ കണക്ട് ചെയ്യുന്ന വളരെ ഈസിയാണ്. ഈ നിബ് ഊരിയതിന് ശേഷം, ഈ ഒരു ടോപ്പ് ഊരിയതിന് ശേഷം നമുക്ക് ഈ ഒരു അടിഭാഗം ആദ്യം ഇതിൽ കയറ്റിയിട്ട് ഈ ഒരു ഹോളിലേക്ക് ഇത് പ്രസ് ചെയ്ത് തിരിക്കാം. കഴിഞ്ഞു. ഇനി ഈസി ആയിട്ട് നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി ഗ്യാസ് പതുക്കെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു നോബുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നല്ല പവറുള്ള തീ വരും. എന്നിട്ട് നമുക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. എനിക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 100 ml വെള്ളം മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, ഇത്രയും വെള്ളം മതി, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വെള്ളം തിളക്കും. നല്ല പവർഫുൾ സ്റ്റൗ ആണിത്. ഇനി ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വലത് ഭാഗത്തേക്ക് നന്നായിട്ടങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവും. എന്നിട്ട് നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് നമ്മുടെ കോഫിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ കോഫി, നമുക്ക് ആവശ്യമുള്ള സിറപ്പ് ഇതിലേക്ക് ഫിൽട്ടറായിട്ട് താഴെയുള്ള പാത്രത്തിലേക്ക് വന്നോളും. അതെടുത്തിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാം. അത് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കോഫി ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള പാലൊന്ന് ചൂടാക്കാം, തിളപ്പിക്കണം. പാലും പഞ്ചസാരയിട്ട് തിളപ്പിക്കാം. പാലിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 100 ml പാലിലേക്ക് ഈ ഒരു അളവ് സ്പൂൺ പഞ്ചസാരയാണ് എടുക്കാറ്. അത് കറക്റ്റായിരിക്കും. തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പാലും കോഫിയും റെഡിയാവും. ഇത് 100 ml വരുന്ന
ഗ്ലാസ്സാണ്. ഫിൽറ്റർ കോഫിയുടെ തന്നെ കപ്പാണിത്. ഇത് ഓൺലൈൻ വാങ്ങിയതാണ്. നമുക്കിപ്പം തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, അവർ ഇതുപോലുള്ള കപ്പിലാണ് നമുക്ക് കോഫി തരാറ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാറ്റി കുടിക്കാൻ അത് ഒരു ഫീലാണ്, അതുകൊണ്ട് വാങ്ങിയതാണ്. നമ്മുടെ കോഫി ഏകദേശം ആയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇറ്റ് വീഴുന്നത് കാണാം. അപ്പം പാത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഫിൽട്ടർ ചെയ്തിട്ടുള്ള കോഫി ഇതിൽ വന്നിട്ടുണ്ട്. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് കോഫി ഒഴിക്കുകയാണ്. കോഫി ഗ്ലാസ്സിലേക്ക് ആവശ്യമുള്ളത് ഒഴിക്കുക. അത് മതി. അപ്പോൾ ഇത്ര കോഫിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പാലും പഞ്ചസാരയും കൂടെ തിളപ്പിച്ചത് ഒഴിക്കുക. യെസ്, കോഫി റെഡിയുണ്ട്. നമുക്കൊന്ന് കുടിച്ച് നോക്കാം. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് നല്ല ചൂടും ഉണ്ടാവും. ഒന്നുകൂടെ കോഫി ടേസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് പാത്രം എടുത്തിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് നന്നായിട്ട് കോഫി മിക്സ് ആവും. ഇനി നമുക്ക് കുടിച്ച് നോക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഫിൽറ്റർ കോഫി ഉണ്ടാക്കാം. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ, അതേ രൂപത്തിലുള്ള ഒരു കോഫി നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ ഡിറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈസിയാണ്. നമുക്ക് ആദ്യം തന്നെ സിലിണ്ടർ ഇതിൽ നിന്ന് ഊരാം. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് ഇത്ര എളുപ്പമാണ്. എന്നിട്ട് ഇതിനൊരു മൂടി വരുന്നുണ്ട്. അത് മൂടിയിട്ട് കഴിഞ്ഞാൽ ഇത് സേഫാണ്. പിന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇതിങ്ങനെ 4 ക്ലോസ് ചെയ്യാം. അതേപോലെ ഈ ലെഗും ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പൗച്ചൊക്കെ വരുന്നുണ്ട്. പൗച്ചിലേക്ക് ഈസി ആയിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെ എടുത്തിട്ടുണ്ടാകും. ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഒരു 3-4 പേർക്കുള്ള ചോറ് വെക്കാം, കറി വെക്കാം, ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ നോർമൽ ഗ്യാസ് സ്റ്റോവിൽ യൂസ് ചെയ്യുന്ന പാന്, പിന്നെ ചോറ് വെക്കുന്ന പാത്രം, ഗ്രിൽ പാന് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചായപാത്രം കണ്ടല്ലോ, ചായപാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുവിധം ആവശ്യമുള്ള എല്ലാ സാധനവും ഇത് വെച്ച് ഉപയോഗിക്കാം. അതുപോലെ ഇതിപ്പോൾ ഏകദേശം 2 മണിക്കൂറിന് മേലെ, ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റോടൊപ്പം യൂസ് ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു 2.5 മണിക്കൂർ വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 2.5 ഫുൾ ഫ്ലെയിമിലായിരിക്കില്ല. നമ്മൾ യൂഷ്വലി വീട്ടിൽ ചെയ്യുന്ന പോലെ പലതും മീഡിയം ഫ്ലെയിമിലായിരിക്കും. ഇപ്പോൾ ഫ്രൈ ഒക്കെ ആണെങ്കിൽ തന്നെ ഞാൻ കൂടുതലും മീഡിയം ഫ്ലെയിമിൽ, പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിം അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ കംപ്ലീറ്റ് ഞാൻ ട്രിക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മളാരും ഇങ്ങനെ കണ്ടിന്യൂസ് ഹൈ ഫ്ലെയിമിൽ ഉപയോഗിക്കില്ല. അപ്പോൾ നല്ല വർക്കായിട്ടുള്ള സാധനമാണ്. നമുക്ക് ഈവൻ ബൈക്ക് റൈഡേഴ്സിനൊക്കെ അവരുടെ ബാക്കിലിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചെറിയൊരു പാത്രവും ഇത് രണ്ടും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കാം. ഒരു ചെറിയൊരു ഫ്രൈ പാനും ഇതുപോലെ ചായപാത്രം ഉണ്ടെങ്കിൽ ഈ ചായപാത്രത്തിൽ നമുക്ക് ചോറ് വരെ വെക്കാൻ പറ്റും. നമ്മുടെ പച്ചരി ചോറൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ വെക്കാം. അപ്പം അങ്ങനെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഐറ്റംസാണത്. ഇത് ഞാൻ ആമസോണിലാണ് വാങ്ങിയത് രണ്ടും. ഇതിന് ഏകദേശം ഒരു 400 റുപ്പീസും ഇതിന് 4 ക്യാനിന് 800 രൂപയും. പക്ഷേ അതിലും കുറഞ്ഞ റേറ്റിൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മീഷോയിലൊക്കെ 4 ക്യാനിന് 400 രൂപയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ക്യാമ്പിംഗ് ഗ്യാസ് എന്ന ബ്രാൻഡിനാണ്, വേറെ ബ്രാൻഡിനാണ് അതിൽ കണ്ടത്. അതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ശരി.